ഇന്നത്തെ കാലാവസ്ഥ വലിയ കുഴപ്പമൊന്നുമില്ല ഏട്ടാ. ഞാനും ഷിൻചാനും ആലോചിക്കണത് നമുക്കിന്ന് ക്യാമ്പിങ് ചെയ്താലോന്ന്. എന്തു പറയണു? നമുക്ക് നല്ലൊരു ലൊക്കേഷനിൽ ടെൻ്റൊക്കെ കെട്ടി ക്യാമ്പ് ചെയ്യാം. അണ്ണാ, നമുക്ക് മൗണ്ട് ചില്ലാടിലേക്ക് പോയാലോ? നമുക്ക് അതിന്റെ മേലെ ടെന്റ് ഒക്കെ വെച്ച് ക്യാമ്പ് ചെയ്യാം. ഏയ്, മൗണ്ട് ചില്ലാടി വേണ്ട. മൗണ്ട് ചില്ലാടിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവാം. ആ സ്ഥലത്താണെങ്കിൽ അധികം ആൾക്കാരും വേണ്ട. എനിക്കാണെങ്കിൽ ഒരു സ്ഥലം അറിയാം. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അതേതാ സ്ഥലം അണ്ണാ? അതൊക്കെ വഴിയെ വെച്ച് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഏതായാലും ഈ ഡ്രസ്സൊന്ന് മാറട്ടെ. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് നടക്കുക. ഇതിപ്പോൾ കഴുകാറായി. നമുക്കിവിടെ വേറെ ഏതെങ്കിലും ഹുഡി എടുത്ത് ഇടാം. ഓക്കെ, ഇവിടെ ഞാൻ ഒരു ഗ്രേ കളർ ഹുഡിയൊക്കെ എടുത്തിട്ടേക്കാണ് കേട്ടാ. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. വണ്ടി എടുത്തിട്ട് നേരെ ആ ലൊക്കേഷനിലേക്ക് പോവാം. എടാ ഷിൻചാനെ, പിൻചാനെ, കഴിക്കാനായിട്ട് എന്തെങ്കിലും എടുത്തോ? ചിപ്സാ, കൂൾ ഡ്രിങ്ക്സാ, അങ്ങനത്തെ എന്തെങ്കിലും എടുത്തോ? ആ കിച്ചണിലാണെങ്കിൽ ഇഷ്ടം പോലെ ചിപ്സ് ഇരിക്കുന്നുണ്ട്. എല്ലാം എടുത്തോ? നമുക്ക് അത് കഴിഞ്ഞാൽ വേറെ മേടിക്കാം. ഞാൻ പിന്നെ റീസെൻ്റ്ലി പുതിയ വണ്ടിയും കൂടി മേടിച്ചോട്ടാ. ഇത് പോർഷയുടെ ഒരു SUV ആണ്. അത്യാവശ്യം നല്ല റേറ്റുള്ള വണ്ടിയാണ്. എന്തുട്ടായാലും നൈസ് വണ്ടിയാ. ഇതിൽ 4x4 ഒക്കെ ഉണ്ട്. നമ്മൾ പിന്നെ പോണ ലൊക്കേഷനില്ലേ, അത് ഇച്ചിരി ഓഫ് റോഡാണ്. ഈ വണ്ടിയിലാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോകാനൊക്കെ പറ്റും. എടാ ഷിൻചാനെ, പിൻചാനെ, ചിപ്സ് നിർത്തില്ലേ? അയ്യോ, ചിപ്സ് എടുക്കാൻ മറന്നു. അണ്ണാ, അണ്ണൻ പോയിട്ട് എടുത്തിട്ട് വരൂ. ഏയ്, ഞാനൊന്നും എടുക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മതി. ഇനി വഴിയിൽ വെച്ച് വിശക്കുണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സാധനം മേടിച്ചിടാൻ പോണില്ല. അയ്യോ, അത് വേണ്ട, നമ്മൾ പോയിട്ട് എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ചിപ്സൊക്കെ എടുത്ത് വണ്ടിയിൽ ഇട്ടേക്കാണ് കേട്ടാ. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം. നേരെ ആ ലൊക്കേഷനിലേക്ക് പോവാം. ഈ വണ്ടിയിൽ പിന്നെ ഒരു സൺറൂഫ് ഉണ്ട് കേട്ടാ. ഒരു പെനറോമിക് സൺറൂഫാ. നമുക്ക് ആകാശമൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ഇതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. പക്ഷേ ബാക്കിലിരിക്കുന്നവർക്കും മാനത്ത് നോക്കിയിരിക്കാം, അത്രേ ഉള്ളൂ. നമ്മൾ പിന്നെ ക്യാമ്പിങ് ചെയ്യാൻ പോണ ലൊക്കേഷനില്ലേ, അത് ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടാ. ഇവിടെ അടുത്ത് തന്നെയാണ്. നമുക്കിപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാം. വണ്ടി പിന്നെ ഡാമേജ് ആവാണ്ട് നോക്കണം. വണ്ടിയിലെ ഡാമേജ് കിട്ടി കഴിഞ്ഞാൽ പണിയാണ്. ഇത് ഇച്ചിരി എക്സ്പെൻസീവ് കാറാണ്. റിപ്പയർ ചെയ്യാനും നല്ല പൈസ ചിലവാകും. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് നോക്കി കണ്ട് വണ്ടി ഓടിക്കാം. ലെസ്റ്റർ പിന്നെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. മിക്കവാറും വല്ല മിഷൻസ് തരാനാവും. ഞാൻ പിന്നെ ഫോൺ എടുത്തില്ല. എന്താണാവോ, ഇന്നത്തെ ദിവസം എനിക്ക് മിഷൻസ് ഒന്നും ചെയ്യാൻ മൂടില്ല. എടാ ഷിൻചാനെ, പിൻചാനെ, ഇത് ഏതാ സ്ഥലം എന്ന് മനസ്സിലായ? ഇതാണ് ലോസ് ആൻഡോസിലെ സ്കൂള്. നിങ്ങൾ ഒരു ദിവസം അങ്ങോട്ടേക്ക് ചേർക്കുന്നുണ്ട്. ഏയ്, അതെന്തിനാ? അത് നിങ്ങൾ മര്യാദയ്ക്ക് വീട്ടിലിരിക്കാത്തോണ്ടാ. നിങ്ങൾ എപ്പോഴും കുറുമ്പ് കാണിക്കും. എപ്പോഴും ട്രിപ്പ് പോവുക, ഷോപ്പിംഗ് പോവുക, സിനിമയ്ക്ക് പോവുക, അത് മാത്രമുള്ളൂ. നിങ്ങൾക്ക് വീട്ടിൽ അടങ്ങിയിരിക്കാൻ പറ്റില്ല. അടങ്ങിയിരിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ നിങ്ങളെ സ്കൂളിൽ ചേർക്കും. സ്കൂളിൽ പിന്നെ നല്ല സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളവിടെ അടങ്ങി ഇരുന്നോളൂ. അയ്യോ ഫ്രാങ്ക്ലണ്ണാ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇനി വീട്ടിൽ അടങ്ങിയിരുന്നോളാം. നമുക്ക് സ്കൂളിൽ പോകാനായിട്ട് താല്പര്യമൊന്നുമില്ല. എന്നാൽ പിന്നെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോ. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അഥവാ വീണ്ടും എന്നെ ശല്യപ്പെടുത്താൻ നോക്കിയാ പിന്നെ പറയാലോ, നേരെ സ്കൂളിലാ. ഫീസിന് എത്ര പൈസയാവും അതൊന്നും എനിക്ക് വിഷയമല്ല. ഓക്കെ, നമ്മളെങ്ങനെ ആ ലൊക്കേഷനിലേക്ക് എത്തിയേക്കാണ് കേട്ടാ. ഏയ്, ഇതെന്തത്? നമ്മൾ ഈ വെള്ളത്തിലാണോ ക്യാമ്പ് ചെയ്യാൻ പോണേ? ഏയ് അല്ലല്ല, നമ്മൾ ഈ മലയുടെ മേലേക്ക് കയറാൻ പോവാ. നമുക്ക് അവിടെ പോയിട്ട് ടെൻ്റൊക്കെ കെട്ടാം, അതായിരിക്കും നല്ലത്. ഇത് പിന്നെ റോഡ് സൈഡാ, ആൾക്കാരൊക്കെ കാണും. മേലെ ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ചെറിയ ഗുഹയുള്ള പോലെ ഉണ്ട്. ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഒന്ന് നോക്കി നോക്കാം. ആ, മുമ്പിൽ ഒരു ചെറിയ ഗുഹയുള്ള പോലെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. ഈ ഗുഹ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടാ. ആ, ഇത് മതി, സെറ്റ് സ്ഥലം. ഏയ്, ഇതെന്തത്? മുമ്പിൽ ഒരു കല്ലുണ്ടല്ലോ. ആ കല്ലും വേണമെങ്കിൽ സ്റ്റാർ ഫിഷ് ഉണ്ട്. പിന്നെ നീല കളറിൽ എന്തോ ഉണ്ട്. ഇത് വെള്ളത്തിലൊക്കെ കിടക്കുന്ന കല്ലല്ലേ? ഇതെങ്ങനെ ഇവിടേക്കൊന്ന്? നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആ കല്ലെടുത്ത് മാറ്റാം. അതിപ്പോൾ വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. ഇത് പിന്നെ ഒരു സെറ്റ് ലൊക്കേഷനാണ് കേട്ടാ. നമുക്ക് ഇവിടെ സുഖമായിട്ട് ക്യാമ്പ് ചെയ്യാം. ഇത് പിന്നെ ഒരു ഗുഹ ആയതുകൊണ്ട് നമുക്ക് വരെ ടെൻ്റ് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഗുഹയുടെ ഉള്ളിൽ ഇരുന്നാൽ മതി. ഓക്കെ, ഞാൻ ആ കല്ലെടുത്ത് പുറത്തേക്ക് ഇട്ടേക്കാണ് ഇട്ടാ. ആ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ഇട്ടു. ഇനി നമുക്ക് അകത്ത് സുഖമായിട്ട് ക്യാമ്പ് ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടിയും എടുത്ത് അകത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യാം.
ഇവിടെ പിന്നെ കള്ളന്മാരുണ്ടാവും ട്ടാ, പറയാൻ പറ്റില്ല. നമ്മുടെ വണ്ടിയാണെങ്കിൽ ഇച്ചിരി എക്സ്പെൻസീവാ. അകത്ത് പിന്നെ ഇത് സേഫായിട്ട് ഇരുന്നോളും. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഇത് പാർക്ക് ചെയ്തേക്കാണ്. ഒതുന്തത് അടി തട്ടുണ്ടല്ലോ. അത് സീനില്ല. വണ്ടി ഇപ്പോൾ ഏതായാലും ഇവിടെ ഇരുന്നോട്ടെ. അല്ലാണ്ട് തന്നെ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. എടാ ഷിൻചാനെ പിൻചാനെ, വണ്ടിയിൽ നിന്ന് ആ ചിപ്സൊക്കെ എടുക്ക്. നമുക്കിനി കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് കഴിക്കാം. ഇവിടെ നിന്ന് ആ നേരെ കാണുന്ന വ്യൂ സെറ്റ് വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയുമില്ല. ഇവിടെ നമ്മൾ ചിപ്സൊക്കെ എടുത്തേക്കാണ്. എടാ ഷിൻചാനെ, ഇത്ര ചിപ്സ് മാത്രം എടുത്തുള്ളൂ? കിച്ചണിൽ ഇഷ്ടം പോലെ ചിപ്സ് ഉണ്ടായിരുന്നല്ലോ. ഇവിടെ പിന്നെ കൊക്കക്കോളയും എടുത്തിട്ടുണ്ട് കേട്ടോ. കൊക്കക്കോളയുടെ പിന്നെ തണവൊക്കെ പോയി. ഇപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ ചിപ്സൊക്കെ കഴിച്ചിട്ട് ഈ വ്യൂ ഇല്ലേ, അതൊന്ന് ആസ്വദിച്ച് നിൽക്കാം. നല്ല വ്യൂ ആണ് കേട്ടോ, നല്ല സ്ഥലമാണ്. മിക്കവാറും ഇവിടെ മഴ പെയ്യും കേട്ടോ. മഴ പെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കേട്ടോ, അപ്പോഴേക്കും ഇവിടെ മഴ പെയ്തു. എന്തെങ്കിലും ആട്ടെ, കുറേ ദിവസങ്ങൾക്ക് ശേഷം ലോസ് ആൻഡോസിൽ മഴയൊക്കെ പെയ്യണേ. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാം, കിടന്നുറങ്ങാം. അതായിരിക്കും നല്ലത്. ഇവിടെ പിന്നെ കിടന്നുറങ്ങാനും നല്ല സുഖമാണ്. ഭയങ്കര തണുവാ. വീട്ടിൽ AC ഇട്ടാൽ പോലും ഇത്ര തണുവുണ്ടാവില്ല. ഇവിടെ നമുക്ക് സുഖമായിട്ട് അങ്ങ് കിടന്നുറങ്ങാം. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങിയേക്കാണ് കേട്ടാ. ഇവിടെ പിന്നെ മഴയൊക്കെ പോയി, വെയിലായി. ഷിൻചാനും പിൻചാനും പിന്നെ ഭയങ്കര ഉറക്കത്തിലാണ്. അവരവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. നമുക്ക് പുറത്തൊന്ന് ഇറങ്ങി മുഖം കഴുകിയിട്ട് വരാം. ഒരു മിനിറ്റ്, ഇതാരാ? ഹലോ ചേട്ടാ, നിങ്ങളാരാ? ഇയാൾ ഒരു ഡെവിളിൻ്റെ കോസ്റ്റ്യൂമൊക്കെ എടുത്തിട്ടുണ്ട്. എന്താ ചേട്ടാ, ഇവിടെ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനൊന്നും ഇല്ല. ചേട്ടനെ മിക്കവാറും സ്ഥലം മാറിപ്പോയിണ്ടോ. ലോസ് ആൻഡോസ് സിറ്റിയിൽ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ ഉണ്ടാവും. ചേട്ടൻ അങ്ങോട്ടേക്ക് വിട്ടോ. ഇയാളെന്നാലും ആരാണാവോ? ഇത് നമ്മുടെ അടുത്തേക്ക് വീണ്ടും വരുന്നുണ്ടല്ലോ. ഹലോ ചേട്ടാ, ചേട്ടൻ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവിടെ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ ഇല്ല. ഇതെന്തത്? ഇയാളെങ്ങനെ എന്നെ ഒരു കൈ കൊണ്ട് പിടിക്കണേ? ഹലോ ചേട്ടാ, നിങ്ങൾ ആരാണ്? എൻ്റെ പൊന്നെ, അയ്യോ അയ്യോ ചേട്ടാ, എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ എന്തുട്ട് ചെയ്തേ? എന്നെ വെറുതെ വിട്ടേക്ക്. ഇയാൾക്ക് എന്താണോ പ്രശ്നം? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും. എൻ്റെ അമ്മച്ചി, നടു ഒടിഞ്ഞു. ഹലോ ചേട്ടാ, എന്താണ് പ്രശ്നം? സോൾവ് ചെയ്യാൻ പറ്റണതാണെങ്കിൽ സോൾവ് ചെയ്യാം. ഇങ്ങനെ പിടിച്ച് എറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഇതേ വീണ്ടും പിടിച്ചു, എന്നിട്ട് ഇതേ വണ്ടിയുടെ മേലെ എറിഞ്ഞു. ഇങ്ങനെ പോയി ഞാൻ ചാവൂട്ടാ. ഇയാളിതേ വണ്ടിയൊക്കെ എടുത്ത് എറിയണു. എന്നാലും ഇയാൾ ആരാണാവോ? ഇത് നോക്ക്, ആ വണ്ടിയൊക്കെ എടുത്ത് എറിഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ചത്ത പോലെ അഭിനയിക്കാം. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇയാൾ എന്നെ പിടിച്ച് എറിഞ്ഞുകൊണ്ടിരിക്കും. ചത്ത് കഴിഞ്ഞാൽ ഇയാൾ എന്നെ വെറുതെ ഇടും തോന്നുന്നുണ്ട്. ഓക്കെ, ഇയാളിപ്പോൾ എന്നെ ഒന്നും ചെയ്യണില്ല. പക്ഷേ അത് എന്നെ വീണ്ടും ചവിട്ടി. ഇയാൾ എന്നെ വെറുതെ ഇടുമെന്ന് തോന്നണില്ല. ഇതേ കണ്ടില്ല, ആ വണ്ടിയൊക്കെ എടുത്ത് എറിഞ്ഞ് കുറെ ദൂരത്തേക്ക് പോയി അത്. എൻ്റെ പൊന്നെ, എന്നാലും ഇയാൾക്ക് എന്താ പ്രശ്നം? ഉണ്ടെങ്കിൽ വാ തുറന്ന് പറഞ്ഞാൽ പോരെ, നമുക്ക് സോൾവ് ചെയ്യാം. എന്നെ പിടിച്ച് ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ സോൾവ് ചെയ്യുക? എന്നാലും ഇയാൾ ഇങ്ങനെ ലോസ് ആൻഡോസിലേക്ക് വന്ന്, അത് ഞാൻ ആലോചിക്കണത്. ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ലോസ് ആൻഡോസിൽ ഉണ്ടായിരുന്നില്ല. ഞാനിതിപ്പോൾ ആദ്യമായിട്ട് കാണണേ. ഇയാളിപ്പോൾ എന്തോരം വണ്ടികളാണ് വലിച്ചെറിഞ്ഞേ. ഒന്ന് ചാടിയപ്പോഴേക്കും അവിടെയുള്ള വണ്ടികളൊക്കെ പൊട്ടി തെറിച്ചുട്ടോ. അയ്യോ, എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടല്ലോ. അയ്യോ വരല്ലേ, ഞാൻ ഓൾറെഡി ചത്ത പോലെയാ. ഈ ഷിൻചാനും പിൻചാനും എവിടെയാണാവോ? അവരാ ഗുഹയുടെ അകത്ത് ഉണ്ടായാൽ മതിയായിരുന്നു. പക്ഷെ എൻ്റെ പോന്, ഇയാൾക്ക് എന്നാലും എന്താ പറ്റിയ വട്ടായ? എല്ലാ വണ്ടികളും വലിച്ചെറിയ. എനിക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എങ്ങോട്ടേക്ക് രക്ഷപ്പെടാ? ഒരു പിടിയും കിട്ടണില്ല. ഇയാളാണെങ്കിൽ പ്രാന്തന്മാരുടെ എന്ത് ചാടിക്കൊണ്ടിരിക്കുക. അയ്യോ, എൻ്റെ അടുത്തേക്ക് വരില്ലേ പ്ലീസ്. ഓക്കെ, അത് അങ്ങോട്ടേക്ക് പോയി. ഇത് മിക്കവാറും സിറ്റിയിലേക്ക് പോകുന്ന തോന്നണേ. ഓക്കെ, അയാളിപ്പോൾ ഏതായാലും അങ്ങോട്ടേക്ക് പോയിക്കാണ്. ഇത് പറ്റിയ സമയമാണ്, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, നമുക്ക് ഷിൻചാനും പിൻചാനും കൊണ്ടുപോകണം. അവർ ഇതൊക്കെ അറിഞ്ഞിട്ടാണാവോ? അവരുടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു. എൻ്റെ കയ്യിൽ പിന്നെ വെപ്പൺസ് ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. വെപ്പൺസ് ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല.
കാരണം ആ സാധനം ഭയങ്കര പവർഫുള്ളാ. മിസൈല് വിട്ടാൽ പോലും ഒന്നും സംഭവിക്കില്ല. ഓക്കെ ഗൈസ്, ഷിൻചാനും പിൻചാനും ഇവിടെ സേഫ് ആണ് കേട്ടാ. എന്തെങ്കിലും ആവട്ടെ. ഞാൻ വിചാരിച്ചു ഇവർക്ക് എന്തെങ്കിലും പറ്റിയെന്ന്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. ഇവിടെ ഇനി അധികം നേരം നിൽക്കണത് ഒട്ടും സേഫ് അല്ല. ഫ്രാങ്ക്ലിൻ അണ്ണാ, എന്താ പറ്റിയേ? ഇവിടെ ഭയങ്കര ഒച്ചയും ബഹളായിരുന്നല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടാ? അല്ലാണ്ട് പിന്നെ, ഇവിടെ ഭയങ്കര പ്രശ്നമാ. ഇവിടെ ഇനി ഒരു മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് സ്ഥലം വിടണം. എന്നാലും എന്താണ് പ്രശ്നം? പറ. അതിപ്പോ ഇപ്പൊ പറയാൻ പറ്റില്ല, ഞാൻ വീട്ടിലെത്തിയിട്ട് പറഞ്ഞുതരാം. ഭയങ്കര പ്രശ്നമാ. ഇവിടെ ഇപ്പൊ നിന്ന് കഴിഞ്ഞാൽ അയാൾ എന്നെ കൊന്നു കളയും. ഇവിടെ ഇപ്പൊ എൻ്റെ വണ്ടിയും ഡാമേജ് ആവും ചെയ്തു. വണ്ടി ഡാമേജ് ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി. വണ്ടി വേണമെങ്കിൽ നമുക്ക് വേറെ മേടിക്കാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അയാൾ എന്നെ കൊന്നു കളയും. അയാൾക്ക് എന്താണാവോ എന്നോട് എന്തോ വൈരാഗ്യമുണ്ട്. പണ്ടത്തെ ഏതെങ്കിലും വൈരാഗ്യമാണെന്ന് എനിക്കറിയില്ല. അയാൾ പക്ഷെ വാ തുറന്നൊന്നും പറയണില്ല. പറഞ്ഞാലല്ലേ പ്രശ്നം എന്താണെന്ന് അറിയുള്ളൂ. അയാൾ വന്നപ്പോൾ തൊട്ട് എന്നെ പിടിച്ച് എറിഞ്ഞുകൊണ്ടിരിക്കുക ഒരാവശ്യമില്ലാണ്ട്. ഏ, അണ്ണനെ പിടിച്ച് കയറിയേ? അതെങ്ങനെ? അതൊക്കെ ഉണ്ട്രാ. അയാൾ എന്നെ ഇത്താൻ നേരം പിടിച്ച് എറിയായിരുന്നു. ഞാൻ പിന്നെ ചത്ത പോലെ അഭിനയിച്ചു. അതുകൊണ്ട് അയാൾ എന്നെ വെറുതെ വിട്ടു. അല്ലെങ്കിൽ ഇന്ന് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായേനെ. ഒരു ഡെവിള് പോലത്തെ ഒരാളാ. അങ്ങനത്തെ ഒരാളെ ഞാൻ ഇതുവരെയും ലോസ് ആൻഡോസിൽ കണ്ടിട്ടില്ല. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ വീട്ടിലേക്ക് എത്തിയേക്കാണ് കേട്ടാ. എന്തെങ്കിലും ആവട്ടെ, ഇപ്പൊ കുറച്ച് ആശ്വാസമുണ്ട്. ഒരു മിനിറ്റ്, ഇതെന്തത്? ഇയാളിത് വീട്ടിലേക്ക് വന്നൂലോ. അണ്ണാ, ഇതാരാ? ഇയാളുടെ കാര്യം ഞാൻ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നേ. ഇത് ആള് ശരിയല്ല. അയ്യോ, ഇതെന്തൊക്കെയോ എടുത്ത് എറിയണു. എടാ ഷിൻചാനെ പിൻചാനെ ഓടിക്കോടാ, ഇവിടെ നിൽക്കണ്ട. അയ്യോ ഫ്രാങ്ക്ലിൻ അണ്ണാ, ഇയാൾ എന്തുട്ടി കാണിക്കണേ? അതിന് ഞാൻ നേരത്തെ പറഞ്ഞേ. എടാ ഷിൻചാനെ പിൻചാനെ ഓടറാ, ഇവിടെ നിൽക്കണ്ട. ഇന്ന് നമ്മുടെ കാര്യത്തിൽ തീരുമാനോടാ. ഹലോ ചേട്ടാ, എന്താണ് പ്രശ്നം? നമ്മളെ വെറുതെ വിട്ടേക്ക്. ചേട്ടന് എന്തെങ്കിലും കുഴപ്പമുണ്ടാ? ഷിൻചാൻ്റെ പിൻചാനും കാര്യം എന്താണാവോ? അവർക്ക് എന്തെങ്കിലും പറ്റിയാണാവോ? ഒന്നും പറ്റാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇയാൾ എന്തുട്ടി കാണിക്കണത്? ഇയാൾ എന്നെ കൊന്നുകളയും ഉറപ്പാ. അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ, നാട്ടുകാരെ ഓടി വായോ. എനിക്കിപ്പോൾ ലെസ്റ്ററിനും ആരെയും വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മെയിൻ പ്രശ്നം ഇയാളെന്നെ വെറുതെ വിട്ടാലേ എനിക്ക് ആരെങ്കിലും വിളിക്കാൻ പറ്റുള്ളൂ. ഹലോ ചേട്ടാ, എന്താണ് പ്രശ്നം? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ടെൽ മീ. ചേട്ടാ അതെ, ഒരു മിനിറ്റിനെ വെറുതെ വിട്. കാര്യം എന്താന്ന് പറ. ഇയാളെന്നെ ശരിക്കും വിട്ടല്ലോ. ഇനി പറ, എന്താണ് പ്രശ്നം? ഓക്കെ, ഇവിടെ ഞാൻ ഇയാളുടെ അടുത്ത് സംസാരിച്ചേക്കാണ് കേട്ടാ. ഇപ്പോഴാണ് സംഭവം എന്താന്ന് പിടികിട്ടിയേ. വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ ക്യാമ്പിങ്ങിന് പോയില്ലേ? അന്നേരം ആ ഗുഹയുടെ അകത്ത് ഒരു കല്ല് കണ്ടു. ആ കല്ല് എന്നിട്ട് നമ്മൾ നൈസായിട്ട് വെള്ളത്തിൽ ഇട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തിൽ ഇട്ടോണ്ടാ ഇയാളിപ്പോൾ എന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ. വേറൊന്നുമല്ല, അത് ഇയാളുടെ എന്തോ ഒരു കല്ലായിരുന്നു. അയാൾ ആ കല്ലിൻ്റെ ഉള്ളിൽ നിന്ന് സ്പോണായേ. ആ കല്ല് വെള്ളത്തിലിട്ടു എന്ന് പറഞ്ഞിട്ട് ഇയാളിപ്പോൾ എന്നെ വെറുതെ വിടണില്ലേ. അയ്യോ എൻ്റെ പൊന്നു ചേട്ടാ, ഒരു കല്ലല്ല ഞാൻ വെള്ളത്തിലിട്ടോളൂ. തെറ്റ് പറ്റിപ്പോയി. ഇനി ഇങ്ങനെ എന്നെ വെറുതെ വിട്. എനിക്ക് തോന്നണില്ല ഇയാൾ എന്നെ വെറുതെ വിടുമെന്ന്. ഇതിപ്പോൾ എന്ത് കഷ്ടായേ. ദേ എന്നെ വീണ്ടും വലിച്ചെറിഞ്ഞു. ഒരു കാര്യം ചെയ്യാം, വീണ്ടും ചത്ത പോലെ അഭിനയിക്കാം. ഇപ്രാവശ്യം ഇയാൾ എന്നെ വെറുതെ വിടും തോന്നുന്നില്ല കേട്ടാ. എന്നെ മാത്രല്ല, ഈ ലോസ് ആൻഡോസിൽ ഒരാളെ പോലും വെറുതെ വിടില്ല. ഇവിടെ കണ്ടില്ലേ, എല്ലാ വണ്ടികളും എടുത്ത് വലിച്ചെറിയുക. പ്രാന്തന്മാരുടെ എന്തി. വണ്ടികളൊക്കെ തെറിച്ച് പോവട്ടെ. 2 കിലോമീറ്ററൊക്കെ പോണേ. ഇത് എന്തത്? അയ്യോ, എൻ്റെ അടുത്തേക്കാണ് വരണേ. ഭാഗ്യം, ഒന്നും പറ്റിയില്ല. ഇയാൾക്ക് ശരിക്കും പ്രാന്താണ് കേട്ടാ. ഒരു കല്ലെടുത്ത് എറിഞ്ഞു എന്ന് പറഞ്ഞു തന്നെയാണ് ഇയാളിപ്പോൾ എന്നെ ഇങ്ങനെ ചെയ്യണേ. ഞാൻ മാത്രമല്ല, ഈ ലോസ് ആൻഡോസ് മൊത്തം അനുഭവിക്കുക. ഇനിയിപ്പോൾ എൻ്റെ പേരിൽ കേസൊന്നും ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു. ആ, എങ്ങനെ ഇപ്പോൾ കേസാവുക? ഇവിടെ പോലീസുകാർ പോലും ജീവനോടെ ബാക്കിയുണ്ടാവില്ല അപ്പോഴാ. പക്ഷെ എൻ്റെ പൊന്നെ, ഇയാളെ കാർ എടുത്തിട്ട് ഫുട്ബോൾ കളിക്കുക ലിറ്ററലി. ഇതേ കണ്ടില്ലേ, ഒരു ഗോൾ അടിച്ചു. ഓക്കെ, അയാളെങ്ങനെ വീണ്ടും അങ്ങോട്ടേക്ക് പോയേക്കാണ് കേട്ടാ. നമുക്കിനി ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഇനിയും അയാൾ എന്നെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ജീവനോട് ഉണ്ടാവില്ല ഉറപ്പാ. ഇവിടെ പിന്നെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്, നമുക്കതിന്ന് പറഞ്ഞാൽ മേടിച്ചു മാറ്റാം. ഹലോ ചേട്ടാ, വണ്ടി നിന്ന് ഇറങ്ങ്, എനിക്ക് വണ്ടി അത്യാവശ്യമുണ്ട്. ശരി, അപ്പോൾ എങ്ങോട്ടേക്ക് ഇപ്പോൾ പോവാ? അതാ ഞാനിപ്പോൾ ആലോചിക്കണേ. ഞാനിപ്പോൾ എവിടെ പോയാലും അയാൾ എൻ്റെ പിന്നാലെ വരും. അതാണ് മെയിൻ പ്രശ്നം. നമുക്കേ ഒരു കാര്യം ചെയ്യാം,
ഏതെങ്കിലും ഹൈറ്റ് ഉള്ള ബിൽഡിങ്ങിന്റെ മേലെ പോയിട്ട് നിൽക്കാം. നമുക്ക് FBI അല്ലെങ്കിൽ മെയ്സ് ബാങ്കിന്റെ ബിൽഡിങ്ങിന്റെ മേലെ നിൽക്കാം. ആ രണ്ട് ബിൽഡിങ്ങിനാണെങ്കിൽ നല്ല ഹൈറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് നിൽക്കാം. അതായിരിക്കും നല്ലത്. ഷിൻചാൻ്റെ പിഞ്ചാനും കാര്യം ആലോചിച്ച് വിഷമമുണ്ട്. അവർ ജീവനോടെ ഉണ്ടാണാവോ? അവർക്ക് വലിയ കാര്യമായിട്ടൊന്നും പറ്റിയില്ലെന്ന് വിചാരിക്കണു. ഇയാളുടെ മെയിൻ ടാർഗറ്റ് ഞാനാണ്. ഇയാൾ എന്നെ ഇപ്പോൾ ഏതായാലും വെറുതെ വിടില്ലേ. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ മെയ്സ് ബാങ്കിന്റെ ബിൽഡിങ്ങിന്റെ മേലെ നിൽക്കാണ് കേട്ടാ. ഇവിടെ ഇപ്പോൾ വലിയ സീനൊന്നുമില്ല. ഇങ്ങോട്ടേക്ക് ആരും വരില്ല എന്ന് വിചാരിക്കണു. എൻ്റെ കയ്യിൽ വെപ്പൺസ് ഇല്ല. ഒരു മിനിറ്റ്, ഇയാളത് ഇവിടേക്കും വന്നല്ലോ. ശരി എന്നാ ഗൈസ്, ഇന്ന് ഫ്രാങ്ക്ലിൻ്റെ അവസാനത്തെ ദിവസം തോന്നുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ താഴ്ത്തേക്ക് ചാടാം. എൻ്റെ കയ്യിൽ പിന്നെ പാരച്ചൂട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണു. ലെറ്റ്സ് ഗോ. നമുക്കല്ലാണ്ട് വരെ വഴിയില്ല. ഒരു മിനിറ്റ്, ഇതിൻ്റെ അകത്ത് ബാഗ് മാത്രമുള്ളൂ, പാരച്ചൂട്ടില്ല. അയ്യോ, ഏ ഇതിപ്പോൾ എന്താണ്ടായേ? സ്വപ്നായിരുന്നാ? ആ ഡെവിള് എവിടെയാ? എടാ ഷിൻചാനെ പിഞ്ചാനെ, നിങ്ങൾ ജീവനോടെ ഉണ്ടോ? ഏ ജീവനോടെ ഉണ്ടോന്ന്? നമ്മളിവിടെ ജീവനോടെ തന്നെ ഉണ്ട്. എന്താ പറ്റിയേ? എന്തുട്ടാ ഒരു ഡെവിളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അണ്ണൻ മിക്കവാറും വല്ല സ്വപ്നം കണ്ടതോ? ആ ശരിയാ, ഞാനൊരു സ്വപ്നം കണ്ടതാ. എന്നാലും അത് എന്തൊരു സ്വപ്നമായിരുന്നു. ഞാൻ ശരിക്കും മരിച്ചു എന്നാ വിചാരിച്ചേ. ഭാഗ്യം ഒന്നും പറ്റിയില്ല. ഒരു മിനിറ്റ്, എൻ്റെ വണ്ടി പുറത്തുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഉറപ്പിക്കാം ഇത് സ്വപ്നാന്ന്. എൻ്റെ കയ്യിൽ ഒരു പോർഷയുടെ വണ്ടി ഉണ്ടായിരുന്നേ. ഒരു മിനിറ്റ്, ആ വണ്ടി ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പം ഞാൻ സ്വപ്നം കണ്ടതാ. എന്നാലും ഒരു പേടിക്കണ സ്വപ്നങ്ങളെ. അണ്ണാ, നമുക്കിന്ന് മൗണ്ട് ചില്ലടിലേക്ക് ട്രിപ്പ് പോണ്ടേ? ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോണില്ല. ഇവിടെ വീട്ടിലിരുന്നാൽ മതി. അയ്യോ, ഞാൻ അവിടെ തലയിടിച്ച് വീണേ.